ഇന്ന് നമ്മളൊരു അടിപൊളി മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചെമ്മീൻ ഗീ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ സംഭവം ഇത്ര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ഇത് നല്ല ആവി പറക്കണ പുട്ടിന്റെ കൂടെ കുഴച്ചങ്ങോട്ട് ഒരു പിടിച്ചാണല്ലോ എന്റെ മോനെ, ഒരു രക്ഷ ഉണ്ടാവില്ല. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 2130 സൈസിലുള്ള 12 ജംബോ ഷ്രിമ്പ് തൊലിയും വെയിനൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും മീഡിയം ഹീറ്റിലിട്ടിട്ട് നല്ലോണം ചൂടാക്കിയിട്ടേ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടേ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. അത് ഇതേപോലെ ഇരിക്കും. ഇനി 4-5 കാശ്മീരി മുളകും 4 എരിവെള്ള മുളകും 10 കശുവണ്ടിയും 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് കുതിർക്കാൻ വെക്കാട്ടോ. ഈ ഒരു ബ്ലെൻഡറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ കഷ്ണം പുളി, കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തത്, പിന്നെ കുതിർക്കാൻ വെച്ച കശുവണ്ടിയും മുളകും വെള്ളത്തെപ്പാട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അടിച്ചു വെച്ച മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. ഈ ഒരു വോക്ക് വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. അടിച്ചു വെച്ച പേസ്റ്റ് ഇട്ടിട്ട് മീഡിയം ഹീറ്റിലിട്ടിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ ചെമ്മീൻ ഇട്ട് മാക്സിമം ഒരു 5-6 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്താണ്ടല്ലോ സംഭവം റെഡി. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 നുള്ളു പഞ്ചസാരയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പൊ നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് സെറ്റ് ആയിട്ട് വരും. ഞാൻ പിന്നെ ഇവിടെ ചെറിയൊരു ക്യൂബ് ബട്ടർ കൂടി ഇട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അത്രയുള്ള സംഭവം എളുപ്പം പരിപാടിയല്ലേ. പിന്നെ ഈ റെസിപ്പിയിൽ ഇത് അങ്ങനെയാണ് ഉണ്ടാക്കണേ ഇങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ചിലവര് വരും. അപ്പൊ അവരോട് പറയാനുള്ളത്, ഈ കാണുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യണതാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പുട്ടും ചെമ്മീനും അതിന്റെ മസാലയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാലോ. അടിപൊളി കേട്ടോ. ചെമ്മീന്റെ സൈസ് നോക്കി, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ടോ. ഫ്ലേവർ ഒക്കെ ഓൺ പോയിന്റ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ. സംഭവം വേറെ ലെവലായിട്ടും ഉണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.